ബ്രിട്ടീഷുകാർക്ക് ഒന്നുമല്ല ഇന്ത്യക്കാർ എന്ന് തെളിയിക്കുന്നുണ്ട്. സുൽത്താൻ വാരംകുന്നൻ മലയാള രാജ്യം ഉണ്ടാക്കിയെങ്കിലും അവിടത്തേക്ക് കടക്കണമെങ്കിൽ പാസ്പോർട്ട് വേണ്ടി വരുന്നുണ്ട്. സമര നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ഐക്യമില്ല. അതെ, ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങളൊക്കെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ കൊണ്ട് ഈ താഴ്ന്ന നേതാക്കൾ, അതായത് ഈ സൗത്ത് ഇന്ത്യ വെറും പ്രാദേശികമായി മാത്രം കഴിയുന്ന ഈ നേതാക്കന്മാരെ കണക്കിലെടുക്കാതെ ഈ സമയത്ത് ആ നേതാക്കളുടെ കൂട്ടത്തിൽ തന്നെ ചില നേതാക്കളെ മാറ്റി നിർത്തുന്നു. ഇന്ത്യക്കാർ ഈ മുസ്ലിം കയ്യൊപ്പ് ചാർത്തിയ പല സ്വാതന്ത്ര്യ സമര സേനാനികൾ എടുത്തു കളയുന്നുണ്ട്. അപ്പോ ഇന്ന് രാജ്യം 77ാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ പടിക്കലാണ്. അതിനു മുന്നോടിയായി തന്നെ പല പല പരിപാടികളും, ഇപ്പോ ഗാനങ്ങളാവട്ടെ, പ്രസംഗങ്ങളാവട്ടെ, പല പല എഴുത്തുകളും ഇപ്പൊ നാട്ടിലെല്ലാം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ ഒരു വാസ്തവം എന്നുള്ളത് ശരിക്കും ഇന്ത്യ നേടിയെടുത്തതല്ല ഈ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഇപ്പോ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഈ ഇന്ത്യനെ കൊണ്ടുള്ള ഉപകാരം കഴിഞ്ഞതിന് ശേഷം എല്ലാം നക്കി തുടച്ച് ഒരു പ്ലേറ്റിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നക്കി തുടക്കുന്നവരെ ഇന്ത്യയെ മൊത്തത്തിലൊന്ന് നക്കി തുടച്ച ശേഷമായിരുന്നു അവർ ഇവിടുന്ന് പോകുന്നത്. പറഞ്ഞ ശരിയൊക്കെ തന്നെയാണ്. കാരണം ഇന്ത്യയുടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഊറ്റിയെടുത്തുകൊണ്ട് വെറും ചണ്ടിയായി മാത്രം ബാക്കി വെച്ചാണ് ഇന്ത്യയെ കൊണ്ടുപോകുന്നത്. പിന്നീട് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ ശേഷം വളരെ വലിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുത്തുന്നുണ്ട്. ബംഗാളിലൊക്കെ അതിരൂക്ഷമായ ക്ഷാമം ഉണ്ടാകുന്നു, കുറെ പേർ മരണപ്പെടുന്നു. ഇതൊക്കെയാണ് ബ്രിട്ടീഷിന്റെ ആ പോക്കോട് കൂടി ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യയുടെ പ്രയത്നങ്ങൾ കൊണ്ടാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല, പൂർണ്ണമായുമല്ല. കാരണം അത് പലരും പറയുന്നുണ്ടല്ലോ. ഇപ്പോ ഈ ബ്രിട്ടീഷുകാർ 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ ഒരു യുദ്ധത്തിന് ശേഷം ഇന്ത്യയെ ഭരിക്കാൻ കഴിയാതെ വരികയും, പക്ഷെ ഇന്ത്യയെ കൊണ്ട് അവർക്കൊരു ഉപകാരവുമില്ല. ഇപ്പൊ ഇന്ത്യയെ ഭരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ട ശേഷമായിരുന്നു അവർ ഇന്ത്യ വിട്ടു പോകുന്നത്. ധാരാളം പോരാട്ടങ്ങൾ അതിനിടയിൽ ഈ ഒരു ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെങ്കിലും ഈ ബ്രിട്ടീഷുകാരെ തുരത്താൻ മാത്രം കലിപ്പുള്ളതായിരുന്നില്ല ഈ ഒരു പോരാട്ടങ്ങളൊന്നും. പറഞ്ഞ പോലെ തന്നെ 2ാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യയിൽ നിന്ന് പോലും ആൾക്കാരെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടും വളരെ വലിയൊരു പരാജയത്തിലേക്കാണ് അവർ കൂപ്പുകുത്തുന്നത്. ആ പരാജയം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ത്യ ഇനി ഒരു കാര്യത്തിനും കഴിയുന്ന ഇന്ത്യ അല്ല ഇത്. കാരണം അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിച്ചു. കോഹിന്നൂർ വജ്രം പോലുള്ള വിലപിടിപ്പുള്ള വജ്രങ്ങൾ ലഭിച്ചു. പല ഇൻഡിഗവും പല റോ മെറ്റീരിയൽസും അവർ കടത്തിക്കൊണ്ടുപോയി അവിടെ നിന്നും ഇൻഡസ്ട്രിയിൽ ഉൽപാദനം നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് വിൽക്കുന്നു. ഇതൊക്കെ ആയത് പിന്നീട് വിട്ട് നടത്തുന്നത്. ഈ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോരാട്ടങ്ങൾ വെറും പേരിന് വേണ്ടി അല്ലെങ്കിൽ ആ താൽക്കാലികമായിട്ടൊരു ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് പറയാൻ സാധിക്കും. കാരണം പോരാട്ടങ്ങൾ അനേകമാണ്. കൈകൾ കൊണ്ട് എണ്ണാം, വിരലുകൾ കൊണ്ട് എണ്ണി പരിമിതപ്പെടുത്താൻ പറ്റാത്ത പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതിന് അനുസരിച്ച് വലിയ വലിയ പ്രതിഫലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് വാസ്തവം. ഇപ്പോ ടിപ്പു സുൽത്താന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആംഗ്ലോ വാർ 1ാം തവണയും 2ാം തവണയും 3ാം തവണയും ബ്രിട്ടീഷുകാർക്കെതിരെ ടിപ്പു സുൽത്താൻ വിജയം കൈവരിക്കുന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ പണ്ട് കാലങ്ങളിൽ 1498 കാലങ്ങളിൽ വാസ്കോഡ ഗാമ കാപ്പാട് കാലുകുത്തിയ ശേഷം പോർച്ചുഗീസുകാർ ഇന്ത്യയുടെ അല്ലെങ്കിൽ മലബാറിന്റെ ആ മേഖലയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ സാമൂതിരി കുഞ്ഞാലി മരക്കാർ എന്നുള്ള ഒരു സേനാനായകനെ ഏർപ്പെടുത്തിക്കൊണ്ട് ആ പോർച്ചുഗീസ് പറങ്കിപ്പടയെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ട്. ആദ്യ 2 കുഞ്ഞാലി മരക്കാർമാരും അദ്ദേഹത്തിന്റെ മകനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള ആ 2 കുഞ്ഞാലി മരക്കാർമാരും വളരെ വലിയ പോരാട്ടങ്ങൾ നയിക്കുന്നു. പറങ്കിപ്പടയെ ആകെ താഴ്ത്തുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ശേഷം വരുന്ന കുഞ്ഞാലി മരക്കാരന് സാമൂതിരി രാജാവിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് പറങ്കികൾ തന്നെ തിരിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തി തല അറുത്തുകൊണ്ട് മലബാറിൽ ഒരിടത്ത് വന്നുകൊണ്ട് പ്രദർശിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ താൽക്കാലികമായി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ താൽക്കാലികമായിട്ടുള്ളൊരു സുഖങ്ങൾക്ക് വേണ്ടി മാത്രമായി, ആശ്വാസത്തിന് വേണ്ടി മാത്രമായിരുന്നു ആ പോരാട്ടങ്ങൾ. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിന്റെ ഒക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ, ബഹദൂർ ഷാ സഫറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പോരാട്ടങ്ങൾ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമയത്ത് നടക്കുന്നുണ്ട്. സിപ്പായിമാരെ ഏർപ്പെടുത്തിക്കൊണ്ട് ഡൽഹിയിലെ മീററ്റിൽ വലിയ സമ്മേളനം നടത്തുന്നു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു. അതിന് വലിയൊരു പോരാട്ടം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ബഹദൂർ ഷാ സഫറിനെ പിടിച്ചെടുത്തുകൊണ്ട് രംഗൂൺ ജയിലിൽ അടക്കുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ തല അറുത്തുകൊണ്ട് അദ്ദേഹം മുമ്പിൽ വെക്കുന്നു. വളരെ ക്രൂരമായ പീഡനങ്ങൾ എടുപ്പിക്കുന്നു. ഇതൊക്കെ ബ്രിട്ടീഷുകാർക്ക് ഒന്നുമല്ല ഇന്ത്യക്കാർ എന്ന് തെളിയിക്കുന്നുണ്ട്. അതെ, അത് ശരിയാണ്. കാരണം ആദ്യമായിട്ടുള്ള സ്വാതന്ത്ര്യ പോരാട്ടം എന്നറിയപ്പെടുന്ന ശിപ്പായി ലഹള നടന്നപ്പോൾ
ഈ ഈ ഒരു ഈ ഒരു വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ കാണുന്നത് വെറും ഒരു കപ്പിലെ ചായയിൽ അടിക്കുന്ന കൊടുങ്കാറ്റിനെ പോലെയാണ്. കാരണം അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ ഒരു കാര്യമില്ല. കാരണം ഇന്ത്യയെ അടിച്ചമർത്താൻ മാത്രം കലിപ്പുള്ളവരാണ് അവർ. ഈ ഒരു സ്വാതന്ത്ര്യ സമര ഒന്നാം പോരാട്ടമെന്ന് ഇന്ത്യക്കാർ വിശേഷിപ്പിക്കുന്ന ഈ ഒരു ശിപ്പായി ലഹളയെ അവർ കാണുന്നത് അവർ പരിഹസിച്ചുകൊണ്ട് അവർ പറയുന്നത് വെറും ഇതൊരു ശിപ്പായി ലഹള എന്ന് മാത്രമാണ്. ഇത് ഇനി ഓക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പോരാട്ടങ്ങൾ, അതായത് 1905 ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി വരുന്നു, സമര പോരാട്ടങ്ങൾ സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, കേരള സത്യാഗ്രഹം, നിസ്സഹന പ്രസ്ഥാനം പോലുള്ള ഒരുപാട് സത്യാഗ്രഹങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും ഇതൊന്നും ബ്രിട്ടീഷുകാർ കേൾക്കുന്നില്ല. ബ്രിട്ടീഷുകാർ തിരിച്ചും ഇന്ത്യക്കാരെ ആക്രമിക്കുന്നു. ഇന്ത്യക്കാരിൽ നിന്നും ജന്മിമാരായ അല്ലെങ്കിൽ പ്രഭുക്കളായ അല്ലെങ്കിൽ ധനികരായ ആൾക്കാരെ കൂട്ടുപിടിക്കുന്നു. ഇന്ത്യയിൽ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ ടാക്സുകൾ ഏർപ്പെടുത്തുന്നു, അവരെ ബുദ്ധിമുട്ടിക്കുന്നു, അവർക്ക് സുഖങ്ങൾ ലഭിക്കുന്നു എന്നല്ലാതെ മറ്റൊരു കാര്യം ലഭിക്കുന്നില്ല. മലബാറിൽ നോക്കട്ടെ, സുൽത്താൻ വാരംകുന്നൻ മലയാള രാജ്യം ഉണ്ടാക്കിയെങ്കിലും അവിടത്തേക്ക് കടക്കണമെങ്കിൽ പാസ്പോർട്ട് വേണ്ടി വരുന്നുണ്ട്. മറ്റൊരു നാട്ടുകാരന് അവിടത്തേക്ക് പാസ്പോർട്ട് വേണ്ടി വരുന്നുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തിന് പൂർണ്ണമായും അവിടെ കടക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നിട്ട് പോലും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നുണ്ട്. വെറും നിസ്സാരമായിട്ട് അദ്ദേഹത്തെ ഒരു ചതിയിൽ കൂടി കൊലപ്പെടുത്താൻ ബ്രിട്ടീഷ് സൈന്യത്തിന് സാധിക്കുന്നുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഗാന്ധിജീന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ചുവട് വെച്ചിരുന്നത് പൂർണ്ണമായും ഒരു അഹിംസാപരമായ നീക്കങ്ങളായിരുന്നു. പക്ഷേ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവർ ഹിംസയുടെ തീവ്രമായ ആശയങ്ങളുള്ളവരായിരുന്നു. ഈ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തന്നെ ഇന്ത്യയിലുള്ള പല നേതാക്കളും സ്വാതന്ത്ര്യ സമര നേതാക്കൾക്കിടയിൽ തന്നെ ഒരു ഐക്യമില്ല. അതുകൊണ്ട് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരിക്കൽ പറഞ്ഞത്, ഈ ഒരു ഗാന്ധിജി ഇതിനെ ഒരു പൊളിറ്റിക്കൽ കാര്യം രാഷ്ട്രീയമായി നോക്കാതെ അഹിംസാപരമായി ഒരു മതപുരോഹിതനെ പോലെ എല്ലാം സഹിച്ച് അഹിംസാപരമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ, സമര പോരാട്ട കാലഘട്ടങ്ങളിൽ തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മതസ്ഥർ തമ്മിൽ തന്നെ, ഇന്ത്യയിലെ ജനങ്ങൾ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ രണ്ടു കൂട്ടം ബാബറി മസ്ജിദിന്റെ കേസൊക്കെ ആദ്യകാലങ്ങളിൽ വരുന്നത് ബ്രിട്ടീഷുകാർ മുഖേന വരുന്നത് രണ്ട് മതങ്ങളുടെ ഇടയിലാണ്. ഇതിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നവോത്ഥാന പ്രവർത്തകർ വരുന്നു. ശ്രീനാരായണ ഗുരുവിനെ പോലെ, രാമോഹൻ റോഹിനെ പോലെ, അതിനെ പലരും ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഈ സമയങ്ങളിൽ കടന്നു വരുന്നുണ്ട്. അപ്പോ ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് ഇത് വെറും ഒരു കാഴ്ച നാടകമായി ഇതൊക്കെ കണ്ട് ആസ്വദിക്കാം എന്നല്ലാതെ ബ്രിട്ടീഷുകാർക്ക് ഭയമായോ അല്ലെങ്കിൽ ഭീതിയായോ ഒന്നും സമരങ്ങൾ മാറുന്നില്ല. ബ്രിട്ടീഷ് അവസാന കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് മടുത്തു ഇനി ഈ ഇന്ത്യയെ. അത് ശരിയാണ്. കാരണം ഇവിടെ അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഇവിടെ ഇനി ഭരിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് ആ ഒരു സമയം നല്ലോണം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണെന്നാണ്. അതെ, ഈ സമയത്ത് നോക്കുകയാണെങ്കിൽ ജനങ്ങളൊക്കെ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ പോലുള്ള നേതാക്കളുടെ നാമങ്ങൾ ഉയർത്തി വെക്കുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നിർമ്മിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും നേതാക്കളെ മാത്രം പൊക്കിപ്പറയും. ഈ സമയത്ത് ആ നേതാക്കളുടെ കൂട്ടത്തിൽ തന്നെ ചില നേതാക്കളെ മാറ്റി നിർത്തുന്നു. പ്രധാനപ്പെട്ട ചില നേതാക്കളുണ്ട് ഇന്ത്യയിലെ പ്രധാന മേഖലകളിലും അതല്ലെങ്കിൽ ഇന്ത്യയിലെ കുറഞ്ഞ മേഖലമുള്ള താഴ്ന്ന മേഖലമുള്ള, അതായത് കേരളം പോലുള്ള ഈ സൗത്ത് ഇന്ത്യ ഭാഗത്ത് ഉള്ള ചില നേതാക്കൾ, അതായത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ മിഡിൽ ഇന്ത്യ ഭാഗത്ത് നിൽക്കുന്ന മറ്റു പല ദേശീയ നേതാക്കൾ, ഇവർക്ക് ദേശീയ നേതാക്കളെ മാത്രം മുൻതൂക്കരായി കണ്ടുകൊണ്ട് ഈ താഴ്ന്ന നേതാക്കൾ, അതായത് ഈ സൗത്ത് ഇന്ത്യ വെറും പ്രാദേശികമായി മാത്രം കഴിയുന്ന ഈ നേതാക്കന്മാരെ കണക്കിലെടുക്കാതെ ഇന്ത്യക്കാർ അവരെ മാത്രം, ഇന്ത്യയിലെ ജനങ്ങൾ പൂർണ്ണമായും അവരിലേക്ക് മാത്രം ഇതിന്റെ ക്രെഡിറ്റുകൾ മാറ്റിയേക്കുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ഇപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പോ വാര്യംകുന്നത്തിന്റെ കേസ് ആയാലും ഇപ്പോ അധികം ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി പറയുമ്പോൾ ഇന്ത്യക്കാർ ഈ മുസ്ലിം കയ്യൊപ്പ് ചാർത്തിയ പല സ്വാതന്ത്ര്യ സമര സേനാനികൾ എടുത്തു കളയുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ തന്നെ അവർ എന്താക്കുന്നുണ്ട്, അവിടെ തന്നെ ഒരു ഇത് നടത്തുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങൾ നോക്കുകയാണെങ്കിൽ പല പ്രഗത്ഭരായ നേതാക്കന്മാര് രംഗത്തിറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ സൂഫി വര്യന്മാര്, പണ്ഡിതന്മാര് പലരും രംഗത്തിറങ്ങുന്നത് കാണാൻ സാധിക്കും. ഇപ്പോ മലബാർ മേഖലകളിൽ നോക്കുകയാണെങ്കിൽ
സൈനുദ്ദീൻ മഖ്ദൂം, അതേപോലെ മമ്പുറന്തങ്ങൾ. മമ്പുറന്തങ്ങൾ, ഉമർഖാദി പോലുള്ള ഈ നേതാക്കളൊക്കെ രംഗത്ത് ഇറങ്ങുന്നുണ്ട്. എനിക്ക് അവരൊക്കെ പല പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, അതായത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ ഒരു ഗ്രന്ഥം, തഹദരീസ് എന്ന് പറയുന്ന ഗ്രന്ഥം, കൃത്യമായി ഓർമ്മയില്ല. ആ ഗ്രന്ഥങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ പോരാട്ട വീര്യങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും അവർക്കൊന്നും നേടാൻ സാധിച്ചിരുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ മമ്പുറന്തങ്ങളെ തങ്ങളുടെ വിയോഗത്തിന് കാരണമാകുന്നത് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഇടയിലുണ്ടായിരുന്ന ഒരു മുറിവാണ് അതിന്റെ മരണഹേതു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാ പോട്ടെ, ഒരു പോരാട്ടങ്ങൾ ഉണ്ടായി എന്ന് തന്നെ വെക്കട്ടെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ അധിനിവേശ ശക്തികൾ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. 1498 മെയ് 20 ഒരു ഞായറാഴ്ച വാസ്കോഡ ഗാമ കാപ്പാട് കടൽ തീരത്ത് കാലുകുത്തുന്നു. കാലുകുത്തിക്കൊണ്ട് അവിടുന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഈ പറങ്കി പടയെ തോൽപ്പിക്കുന്നത് ഇന്ത്യക്കാരായ ജനങ്ങൾ, മലബാറിലെ ജനങ്ങളും ആയിരുന്നില്ല. നേരെ മറിച്ച് പിന്നീട് അധിനിവേശത്തിന് വന്ന ഡച്ചുകാരായിരുന്നു അവരെ തോൽപ്പിക്കുന്നത്. ഈ ഡച്ചുകാർ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1651 എലിസബത്ത് റാണിയുടെ പ്രത്യേക നിയമന പ്രകാരം എത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ തോൽപ്പിക്കുന്നു. ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന ഫ്രഞ്ച് പട പിന്മാറിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു ചരിത്രത്തിൽ പോരാട്ടങ്ങൾക്കിടയിൽ തന്നെ അധിനിവേശ ശക്തികളെ എടുത്ത് കളയാൻ വേണ്ടി ഉണ്ടായത്. അല്ലാതെ ഇന്ത്യയിലെ ജനങ്ങളുടെ പോരാട്ടങ്ങൾ കൊണ്ട് എവിടെയും ആരും പോകുന്നില്ല. ഫ്രഞ്ച് പടയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് പട ടിപ്പു സുൽത്താനുമായി കൊണ്ട് ഒരു ഇടപാട് നടത്തുന്നുണ്ട്, ഒരു കരാർ. മലബാർ പടയോട്ട സമയത്ത് മാഹിയിലായിരുന്നു പ്രധാനമായും അവരുടെ ഒരു ഫ്രഞ്ച് പടയുടെ ഒരു ഇതുണ്ടാകുന്നത്, ഒരു ആസ്ഥാനമായിട്ട് ഉണ്ടായത്. അപ്പം മാഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് പട മുതിരുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഉണ്ടാവുന്നില്ല, ഒരു പോരാട്ടങ്ങൾക്ക് പുറത്താക്കാനുള്ള കാരണമായി മാറുന്നില്ല. നേരെ മറിച്ച് അവർക്ക് സഹായകമായിട്ടുള്ള ഒരു ഇത് മാത്രം. അവർക്ക് ഇവർ എന്ത് ചെയ്താലും നമുക്ക് എന്താ എന്ന് തോന്നല് മാത്രം. ഇത് ഇനി ദേശീയ തലത്തേക്ക് നോക്കുകയാണെങ്കിൽ മുഗൾ ചക്രവർത്തിമാർ, നവാബുമാർ, ഔറംഗസീബ് പോലുള്ള പ്രധാനപ്പെട്ട രാജാക്കന്മാരൊക്കെ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിച്ചും ഒന്നും ഉണ്ടാകുന്നില്ല. ഇവർക്ക് ഇതിന് കാരണമാകുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ നിൽക്കാൻ കാരണമാകുന്നത് 1772 പ്ലാസി യുദ്ധമാണ്. ആ യുദ്ധത്തോട് കൂടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷിന്റെ കയ്യിലേക്ക് നേരിട്ടൊരു ഭരണം വരുന്നതും ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ 1857, 56, 57 കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ആ ഒരു പോരാട്ടത്തിലൂടെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടുക്കൽ നിന്നും നേരിട്ട് ബ്രിട്ടൻ രാജ്ഞിയുടെ കയ്യിലേക്ക് ഈ ഒരു ഭരണം മാറിപ്പോകുന്നത്. അല്ലാതെ നേരെ മറിച്ചിട്ട് ഈ പോരാട്ടങ്ങൾ കൊണ്ടുമായിരുന്നില്ല പൂർണ്ണമായിട്ടും ഉണ്ടായത്. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാരോടൊപ്പം ഞങ്ങൾ ഭരിക്കാൻ വന്നൊരു ഇന്ത്യയുടെ ആശയം ഉണ്ടാകുന്നു. പിന്നീട് മാറിക്കൊണ്ട് ലാഹോറിലെ ഒരു മീറ്റിംഗ് വെച്ച് ജവഹർലാൽ നെഹ്റു പൂർണ്ണമായും ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കണം നമ്മളാണെന്ന് എടുത്ത് പറയുന്നു. ഇതൊക്കെ വെറും താൽക്കാലികമായി മാത്രമാണ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാല് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പടക്ക് അവിടെ ഒരു സാന്നിധ്യം അങ്ങായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, ഇവർക്ക് ഇന്ത്യക്കാർക്ക് എന്താണ് പൂർണ്ണമായും ബ്രിട്ടീഷുകാരെ തുരുത്താനായിട്ടില്ല എന്നതായിരുന്നു ഒരു പ്രധാന വാസ്തവം. അതെ, ഇപ്പോ ബ്രിട്ടീഷായിട്ട് പോയാലും നോക്കി പിച്ചയായിട്ട് മാത്രം തന്ന് പോയതാണ് പറയാൻ സാധിക്കും. ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള മൂന്ന് വർഷക്കാലം, അതായത് ഭരണഘടന നിലവിൽ വരുന്ന കാലം 1950 കാലഘട്ടം വരെയും ഇന്ത്യയുടെ നേതൃസ്ഥാനത്ത് ഭരണസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് പ്രഭുവാണ് ഇന്ത്യയുടെ ഭരണ സ്ഥാനത്ത് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് അല്ലെങ്കിൽ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരുന്നില്ല പ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തത്. അപ്പോ പിച്ചയായിട്ട് മാത്രം തന്നു പോയതാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയാൻ സാധിക്കും. അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ നടത്തിയ അധിനിവേശങ്ങളും അവർ ഇട്ടേച്ച് പോയി നോക്കുകയാണെങ്കിൽ, ലാറ്റിൻ അമേരിക്ക നോക്കുകയാണെങ്കിൽ അവിടെയും അവർ ഒരുപാട് കൊള്ളയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഇട്ടിട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ എന്തെങ്കിലും സമ്പത്ത് ഉണ്ടാവുന്നുണ്ട്. അവിടെ ട്രഡീഷണൽ പരമായിട്ടും പല മാറ്റങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സമ്പത്ത് ഉണ്ടാകുന്നുണ്ട് അവർക്ക്. നേരെ മറിച്ച് ഇന്ത്യ നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈ ഒരു എക്കണോമിക്കൽ സ്റ്റേറ്റ് തന്നെ മാറി മറിയുകയാണ്. പല സംസ്ഥാനങ്ങളിലെയും കർഷകരും അവിടെ അവിടെ ജീവിക്കുന്നവരെല്ലാം പട്ടിണിയിൽ കഴിഞ്ഞ് മരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇവർ ഇവിടെ വരികയും ഇവിടെ എക്കണോമിക്കലി ഈ ഒരു ഇന്ത്യയെ പൂർണ്ണമായും ചൂഷണം ചെയ്ത് ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ആക്കി മാറ്റിയിട്ടായിരുന്നു ഇവർ ഇവിടെ വിട്ടുപോകുന്നത്.
ഇവിടെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും എല്ലാം കൊണ്ടുപോയി ഇവിടെ എന്തെല്ലാം റോ മെറ്റീരിയൽസ് കൊണ്ട് കിട്ടുന്നോ അതെല്ലാം കൊണ്ടുപോയി ചുരുക്കി പറഞ്ഞ ഇന്ത്യയെ മൊത്തമായിട്ട് അവർ അടിച്ചമർത്തി ചൂഷണം ചെയ്തിട്ടായിരുന്നു ഇവിടുന്ന് മടങ്ങിപ്പോയത്. അവസാനം പറയുകയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ പങ്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം പങ്കില്ല എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഈ പോരാട്ടങ്ങളൊക്കെ ഒരു പങ്കാണ്. ചെറിയ രീതിയിലെങ്കിലും അവർക്ക് എതിർക്കാനുള്ള ശേഷി കാണിക്കേണ്ടത് ഒരു പങ്കാണെന്ന് പറയാൻ സാധിക്കും. ഇതൊക്കെയാണ്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സ്വാതന്ത്ര്യ സമരങ്ങൾ വെറും വേസ്റ്റ് ആണ്, അല്ലെങ്കിൽ വെറും ഒരു നിഷ്ഫലമാണ് പറയാൻ സാധിക്കില്ല. അതൊക്കെയാണ് അത് കുറച്ച് പങ്കുണ്ട്. കാരണം കുറെ ആൾക്കാർ, കുറെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷികളായി എന്ന് പറയുമ്പോൾ അവരെ പറ്റി സ്മരിക്കൽ ഏതൊരു ഇന്ത്യക്കാരനാണെന്ന നിലക്ക് നമ്മളെ പോലത്തെ ഏതൊരു ഇന്ത്യൻ വംശജനും ഒരു കടമയാണ് അവരെ പറ്റി സ്മരിക്കലും അവരുടെ വീര പോരാട്ടങ്ങളെ കുറിച്ച് പ്രഭാഷണം നടത്തുകയും അതിനെപ്പറ്റി എഴുതി വെക്കലുമല്ലോ. സുൽത്താൻ വാരങ്ങൾ പറയുന്ന വ്യക്തിത്വം മരണത്തോട് അടുക്കുന്ന സമയത്ത് പറയുന്നത് എനിക്ക് എന്റെ രാജ്യം മുന്നിൽ കൊണ്ട് മരിക്കണം എന്നൊരു ആഗ്രഹമാണ്. കാരണം അദ്ദേഹം രാജ്യത്തോട് കാണിച്ച കൂറ്. അതുപോലെ തന്നെ ഈ മറ്റു രാജ്യത്ത് പോയി ജോൺ എന്ന രാജാവിന്റെ മുമ്പിൽ പ്രസംഗിച്ച അദ്ദേഹം പറയുന്നത് താൻ മരിച്ചാൽ തന്റെ ആ ഒരു ശവശരീരം ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ്. അതുപോലെ തന്നെ ഉദ്ധം സിംഗിന്റെ കാര്യം പറയുന്നുണ്ട്. ഉദ്ധം സിംഗും ജാലിയൻവാലാബാഗ് സമയത്ത് മൈക്കിൾ ഓഡയർ എന്നുള്ളൊരു പ്രഭു ആണ് ഈ വെടിവെപ്പിന് ഉത്തരവിടുന്നത്. ആ പ്രഭുവിനെ ഇംഗ്ലണ്ടിൽ പോയിക്കൊണ്ട് ബ്രിട്ടനിൽ പോയിക്കൊണ്ട് മൈക്കിൾ ഓഡയറിനെ ഉദ്ധം സിംഗ് വെടിവെച്ച് വരുന്നുണ്ട്. അതേപോലെ മംഗൾ പാണ്ഡെ നോക്കുകയാണെങ്കിൽ പലരുണ്ട്. അവസാനമായി നിർത്താൻ തൽക്കാലം ഇപ്പൊ ഈ ഒരു ചർച്ച നിർത്താം. അപ്പൊ നിർത്തുമ്പോൾ ഒരു ആകെ തുകയെ പറയാൻ സാധിക്കുക സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായിട്ടും ഈ ഒരു പങ്കുണ്ട് എന്നില്ല, പങ്കില്ല എന്നല്ല, എന്നാലും പങ്കുണ്ട്. ഒരു നല്ല രീതിയിൽ പങ്കനെ വഹിക്കുന്നുണ്ട്. പക്ഷെ അവരെ തുരത്താൻ ആവശ്യമായ വിട്ടുപോയതിന്റെ കാരണം അതല്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് മടുത്തു ഈ ഒരു ഇന്ത്യ. ഇനി ഒന്നും ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാനില്ല, ഇന്ത്യയിൽ നിന്നും മന്നും. അതാണ്.